ഒരു കുഞ്ഞിക്കുടയും തൊപ്പിയൊക്കെ ഇട്ടിട്ട് റിത്തൂസ് എങ്ങോട്ടാന്നല്ലേ? യാത്ര പോകുന്നതിന് മുമ്പ് കുടയൊക്കെ ചൂടിയിട്ട് ആദ്യം ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ടാകും ബാക്കി. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് മഴ ആസ്വദിക്കാൻ കുടയുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. വെള്ളം കണ്ടതോടുകൂടി കുട ചൂടാനുള്ള കാര്യമൊക്കെ ഓള് മറന്നുപോയിട്ടും ആഹാ, എന്തൊരു സന്തോഷം! എന്താ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടതെന്ന് ഓർത്തിട്ട് റിത്തൂസിന് തന്നെ ഒരു സംശയം. അങ്ങനെ അവള് നടത്തം തുടങ്ങി. നടത്തം പിന്നെ ഓട്ടായി. വെള്ളം അങ്ങനെ തെറിപ്പിച്ചോണ്ട് ഓടാൻ എന്താ രസം! ഇപ്പൊ ഏതായാലും എല്ലാവർക്കും മനസ്സിലായി കാണും തലയിൽ എന്തിനാ തൊപ്പിയിട്ടതെന്ന്. ഇടക്കൊന്ന് കുടയൊക്കെ ചൂടി നോക്കുന്നുണ്ടേ. കുട ചൂടിക്കൊണ്ട് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ബാക്കി കലാപരിപാടികളൊക്കെ കുട വെച്ച് നടക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരുടെ ടൈമാണ്, അവർ നല്ലോണം ആസ്വദിക്കട്ടെ. മഴയത്തും വെയിലത്തും മണ്ണിലും ചളിയിലൊക്കെ ആയിട്ട് പ്രകൃതിയുമായി സൗഹൃദം കൂടി അവരങ്ങനെ ജീവിക്കട്ടെ. കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞാൽ നമ്മളെപ്പോലെ അവരും തിരക്കിലാവും. വലുതായി കഴിഞ്ഞാൽ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഇതൊക്കെ ഈ പുസ്തകങ്ങളിലൊക്കെ മായാതെ കിടക്കല്ലോ. മഴയത്ത് കൂടെ കൈ പിടിച്ചുകൊണ്ട് വട്ടം കറങ്ങിയുള്ള ഡാൻസൊക്കെ കാണാൻ എന്താ ഒരു രസം! അങ്ങനെ നടത്ത റോഡിലേക്ക് എത്തി. സ്കൂൾ വിട്ടു വന്ന നയന ചേച്ചിയും ഇറങ്ങി മഴയത്തേക്ക്. ആവേശം കൂടിപ്പോയപ്പോൾ ഇടയ്ക്കൊരു വീഴ്ചയൊക്കെ വീണിട്ടോ. കരഞ്ഞാൽ പരിപാടി നിർത്തേണ്ടി വരുമെന്ന് ഓർത്തിട്ട് വീണ്ടും തുടങ്ങി നടത്തം. അങ്ങനെ അവസാനം അമ്മ തന്നെ ഇടപെട്ടു. കുറച്ചൊക്കെ ഓടി നോക്കി. അവസാനം ഇനി പരിപാടി നടക്കൂല എന്ന് മനസ്സിലായതുകൊണ്ട് അമ്മയുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു. എന്തൊക്കെയാണേലും ഇതൊക്കെ അവർക്കൊരു നൊസ്റ്റാൾജിക് ഓർമ്മകളായിരിക്കട്ടോ. നമ്മുടെ മനസ്സിനൊരു കുളിർമയും.